ഈ പ്രവാചകന്മാരൊക്കെ വന്ന് ഹല്ലേലൂയ സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ദൂത് പറയുമ്പോൾ ഭയങ്കര സന്തോഷവാ. പ്രത്യേകിച്ച് ഒരാളുടെ തലയിൽ കരം വെച്ചിട്ട് ഇപ്രകാരം പറയുക, കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തലം കൊണ്ട് അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തോളം ഉയർക്കപ്പെട്ടു എന്ന അർത്ഥമാ. എന്നാൽ ഞാൻ പറയട്ടെ, സന്തോഷം സന്തോഷം തന്നെയാണ്. അവൻ പറഞ്ഞ ദൂതിന് ഒരു മാറ്റവുമില്ല. പക്ഷെ അതിനു പിന്നിൽ ഒരു ഹല്ലേലൂയ ഒരു പ്രവൃത്തിയുടെ ഹല്ലേലൂയ പുസ്തകമുണ്ടോ എന്ന് നിങ്ങൾ മറക്കരുതത്രേ. ബുക്ക് ഓഫ് ഹല്ലേലൂയ ഒരു പ്രവൃത്തിയുടെ ബുക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ മറക്കരുതത്രേ. ആ പ്രവൃത്തിയുടെ ബുക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, ദുഷ്ടതയെ വിട്ടകന്നുകൊണ്ട് നീതിയെ അനുഗമിക്കുകയത്രേ വേണ്ടത്. അല്ലാതെ ദൈവദൂതൻ ഹല്ലേലൂയ പ്രവാചകൻ പറഞ്ഞ ഹല്ലേലൂയ ദൂത് വേറ്റെടുത്ത് കരങ്ങളടിച്ചുകൊണ്ട് തുള്ളിച്ചാടിയിട്ട് വീട്ടിൽ പോയിട്ട് വീണ്ടും ഹല്ലേലൂയ ഭാര്യയും ഭർത്താവ് ഒന്നിച്ചിരിക്കുമ്പോൾ അടുത്തിരുന്നവനെ ഹല്ലേലൂയ, ഓ അവനെ നീ ശ്രദ്ധിച്ചായിരുന്നോ ഇന്നലെ, അവൻ ഹല്ലേലൂയ കടന്നു വന്ന സമയം അറിഞ്ഞായിരുന്നോ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ തൈലമല്ല പൈതലേ നിന്റെ മേൽ ഒഴുകുവാൻ പോകുന്നത് മെഴുകിന്റെ കോട്ടയായിരിക്കുമെന്ന് മറക്കരുത്. അതുകൊണ്ട് നന്മയും തിന്മയെയും നമ്മൾ വേർതിരിച്ചറിയണം.